മധ്യപ്രദേശിൽ ഒളിഞ്ഞുകിടക്കുന്ന അതിശയിപ്പിക്കുന്ന രത്നം. തന്റെ പേരിനോട് നീതി പുലർത്തി കാലങ്ങളായി അതവിടെ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും ആ പഴയ പ്രതാപം കൈവെടിഞ്ഞില്ല. അധികാരമോഹികളായ മക്കൾ തമ്മിലുള്ള തർക്കം കൊണ്ട് തകർന്നടിഞ്ഞ ആ സാമ്രാജ്യത്തെ ജഹാംഗീറിനും ഔറംഗസേബിനും എളുപ്പത്തിൽ തന്നെ കീഴടക്കാനായി. പ്രതാപത്തിന്റെയും പ്രൗഢിയുടെയും നേർരൂപമായ ഓർച്ചയ്ക്ക് പ്രൗഢിയുടെയും സർവനാശത്തിന്റെയും കഥകൾ ഒരുപാടുണ്ട് പറയാൻ. അപ്പോൾ രാജ്യത്തിന്റെ അറിയപ്പെടാതെ പോയ ഓർച്ച എന്ന പൈതൃക നിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു ചോദ്യം: ഇതുപോലെ ആഭ്യന്തര തർക്കം കാരണം ഇല്ലാതായ മറ്റ് സാമ്രാജ്യങ്ങൾ നിങ്ങൾക്കറിയാമോ? അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. തികച്ചും അസാധാരണമായ ഒരു പുരാതന പട്ടണമാണ് ഓർച്ച. മധ്യപ്രദേശിലെ ബെത്വ നദിയുടെ തീരത്തുള്ള ഈ പട്ടണം ഇന്നും സഞ്ചാരികളുടെ ശ്രദ്ധയിൽ അധികം പതിഞ്ഞിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ബുന്ദേല മഹാരാജാവ് രുദ്രപ്രതാപ് സിംഗ് സ്ഥാപിച്ച ഈ പട്ടണത്തിൽ ആകർഷകമായ ശവകുടീരങ്ങളും സ്മാരകങ്ങളും മനോഹരമായ കൊട്ടാരങ്ങളും അസാധാരണവും വൈവിധ്യമാർന്നതുമായ ക്ഷേത്രങ്ങളുമൊക്കെ ഇന്നും പഴയ പ്രതാപത്തോടെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഈ മഹത്തായ നഗരം അതിന്റെ പേരിനോട് നീതി പുലർത്തി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അതെ, ഇന്നും ലോകത്തിനു മുമ്പിൽ ഓർച്ച മറഞ്ഞു കിടക്കുകയാണ്. ഇനി ഓർച്ചയുടെ ചരിത്രം പറയുമ്പോൾ, മുഗളന്മാർ കടന്നെത്തും മുമ്പേ ബുന്ദേല രജപുത്രനായ രാജ രുദ്രപ്രതാപാണ് ഓർച്ച നഗരം സ്ഥാപിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ബുന്ദേൽഖണ്ഡ് അന്ന് ഇത്ര വരേണ്ടതല്ല. പാലം കടന്നു മാത്രം എത്താവുന്ന പാറപ്പുറത്ത് നിലനിന്ന ഈ വലിയ കൊട്ടാരക്കെട്ട്, അതാണ് ഓർച്ച. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വന്ന 1605 മുതൽ 2 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച രാജ വീർ സിംഗ് ദേവിന്റെ കാലത്ത് ഓർച്ചയിലെ കെട്ടിടങ്ങളിൽ മിക്കതും നിർമ്മിക്കപ്പെട്ടു. എന്നാൽ 1783ഓടെ ഓർച്ച നഗരം ഉപേക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ജലരാശി മാഞ്ഞുപോയി. വരണ്ട മണ്ണിന് വളർച്ച നിലച്ചു. രാജാക്കന്മാര് നാടു നീങ്ങി. അതോടെ ബ്രിട്ടീഷുകാരുടെ കന്റോൺമെന്റ് അവിടെ ശക്തമായി. അതിനു മുമ്പേ ആഭ്യന്തര കലഹങ്ങൾ ഓർച്ചയെ വേട്ടയാടി കഴിഞ്ഞിരുന്നു. രാജ വീർ സിംഗ് ദേവിന്റെ 3 പത്നിമാർക്കും മക്കൾക്കുമിടയിൽ അധികാര തർക്കം രൂപപ്പെട്ടു. മുഗളന്മാർ കണ്ണുവെക്കും മുമ്പേ ഓർച്ച തകർച്ചയെ വരിച്ചു. ബീർ സിംഗ് ദേവിന്റെ മക്കൾ പരസ്പരം പോരടിച്ചു. കൊട്ടാരത്തളങ്ങളിൽ വിഷം വിളമ്പി. ജഹാംഗീറിന് എളുപ്പമായിരുന്നു കാര്യങ്ങൾ. പിന്നാലെ വന്ന ഔറംഗസീബിനും അതുപോലെ തന്നെ. പടയോട്ടങ്ങൾ, കൊട്ടാര അട്ടിമറികൾ, ഗൂഢാലോചനകൾ, അന്തഃപുരങ്ങളിൽ നിന്ന് നൃത്തമണ്ഡപത്തിലേക്ക് പാറിവന്ന ഗാനശകലങ്ങൾ, രാജസദസ്സുകളെ അസ്വസ്ഥമാക്കിയ ആക്രമണങ്ങൾ, അങ്ങനെ മുഗൾ രാജാവിന്റെ അന്തഃപുരത്തിലേക്ക് രാജകന്യകമാർ യാത്രയായി. നിസ്സഹായതയോടെ ഇതെല്ലാം നോക്കി നിൽക്കുക എന്നല്ലാതെ അവർക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല. ഒടുവിൽ ഓർച്ച സകലതിനും സാക്ഷിയായി. അങ്ങനെ കല്ലിന്മേൽ കല്ലവശേഷിക്കാതെ കൊട്ടാരങ്ങൾ പലതും തകർന്നടിഞ്ഞു. 4 നൂറ്റാണ്ടുകൾക്കിടയിൽ എണ്ണമറ്റ കെട്ടിടങ്ങളുടെ കാടുകൾ സൃഷ്ടിച്ചുകൊണ്ട്. ചരിത്രം എന്തുമാവട്ടെ, ഓർച്ച ഇന്നും മരിക്കാത്ത ഓർമ്മയാണ്. ഒരുപാട് അമ്പലങ്ങളും കോട്ടയും അങ്ങനെ ഒരുപാടുണ്ട് അവിടെ. ആദ്യം പറയുന്നത് ഓർച്ച കോട്ടയെ കുറിച്ചാണ്. ഓർച്ചയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബേത്വ നദിയിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഗംഭീരമായ ഓർച്ച കോട്ട. നിരവധി കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും ഈ കോട്ടയ്ക്കുള്ളിലുണ്ട്. കോട്ട സമുച്ചയത്തിലേക്ക് നയിക്കുന്ന 4 കമാനങ്ങളുള്ള ഒരു പാലമുണ്ട്. ജഹാംഗീർ മഹൽ, രാജ്മഹൽ, പ്രസിദ്ധമായ റായ് പ്രവീൺ മഹൽ എന്നിങ്ങനെ രാജകീയ ചരിത്രത്തെ വ്യക്തമാക്കി തരുന്ന 3 പ്രധാന കൊട്ടാരങ്ങളും ഇവിടെ കാണാം. അടുത്തത് രാജ രാമക്ഷേത്രമാണ്. ഈ മഹത്തായ ക്ഷേത്രം മുമ്പ് ഒരു കൊട്ടാരമായിരുന്നു. ഇന്ന് ഓർച്ചയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് സവിശേഷകരമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീരാമനെ രാജാവായി ആരാധിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണിത്. അതിനാൽ ഈ സ്ഥലം വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ്. അടുത്തത് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഓർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളിലൊന്നായ ലക്ഷ്മി നാരായണ ക്ഷേത്രം ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം സവിശേഷമായ വാസ്തുവിദ്യകളാലും അമ്പരപ്പിക്കുന്ന ചുമർ ചിത്രങ്ങളാലും ഫ്രെസ്കോകളാലും ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന മികച്ച കലാസൃഷ്ടിയാണ്. രസകരമായ ഒരു കാര്യം, സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിക്ക് സമർപ്പിച്ച ക്ഷേത്രമായിട്ടും ദേവിയുടെ ഒരു വിഗ്രഹവും ഉള്ളിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതാണ്. അടുത്തത് ഓർച്ച വന്യജീവി സങ്കേതമാണ്. ബെത്വ നദിയും ജംനി നദിയും ഒഴുകുന്നത് ഈ പ്രകൃതി രമണീയമായ വന്യജീവി സങ്കേതത്തിലെ പ്രദേശത്തിലൂടെയാണ്. 1994-ൽ സ്ഥാപിതമായ ഈ വന്യജീവി സങ്കേതത്തിൽ പുള്ളിമാൻ, ബ്രൂബുൾ, കുരങ്ങുകൾ, പുള്ളിപ്പുലികൾ, മയിൽ,
കുറുക്കൻ തുടങ്ങിയ മൃഗങ്ങളും സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാവുന്ന മറ്റ് നിരവധി ജീവജാലങ്ങളുമുണ്ട്. 200-ലധികം ഇനം പക്ഷികളും ദാവ, കർദായ് മരങ്ങളുടെ ഇടതൂർന്ന വനങ്ങളും ഇവിടെയുണ്ട്. കനോയിങ്, ട്രക്കിംഗ്, ക്യാമ്പിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ പരീക്ഷിക്കുന്നതിന് പറ്റിയ സ്ഥലമാണിത്. അടുത്തത് ഫൂൽബാഗ് ആണ്. ഈ മനോഹരമായ പൂന്തോട്ട സമുച്ചയം ബുന്ദേലകളുടെ കാലത്തെ, അതായത് 16-ാം നൂറ്റാണ്ടിലെ അലങ്കാര വാസ്തുവിദ്യയെ പ്രതിനിധീകരിക്കുന്നു. സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ജലധാരകളും പവലിയനുകളും ഇതിന്റെ സവിശേഷതയാണ്. ഓർച്ചയിലെ മുൻ രാജാക്കന്മാരുടെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു ഈ ഉദ്യാനം. പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം മൺസൂൺ യാത്രകൾക്കായി എത്തുന്നവർക്ക് സന്ദർശിക്കാവുന്ന ഒരിടമാണ്. സാംസ്കാരികമായും അതിശയകരമായ വാസ്തുവിദ്യ പൈതൃകങ്ങളാലും സമ്പന്നമാണ് ഈ പ്രദേശം. ബെത്വ നദിയുടെ ഇരുവശത്തും പരന്നുകിടക്കുന്ന ഈ പട്ടണത്തിന്റെ ചരിത്രപരമായ അടയാളങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.